ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ അല്ല, വലിയൊരു വീഡിയോ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. പക്ഷേ ഉച്ച കഴിഞ്ഞുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു, കാശ് വിടാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കരുതിയെങ്കിൽ താഴത്തെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് മേളിലോട്ട് വരാം, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ മടക്കി വെച്ചിരുന്ന തുണികളും എല്ലാം അലങ്കോലമായിട്ടിരിക്കരുത്. എവിടെയെങ്കിലും പോകാൻ നേരം ഇടയ്ക്കുന്നെല്ലാം വലിച്ച് മൊത്തം കുളമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഞാനെല്ലാം മടക്കി ഒതുക്കി എല്ലാം പറക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, തൂക്കാനും തുടയ്ക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ശ്രീമോൻ ബഹളം വെച്ച് ശ്രീമോനെ കയറ്റിക്കൊണ്ടുവന്നു. ഡോർ അടച്ചിട്ടിരുന്ന കുഴപ്പമില്ല, റൂമിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കളിച്ചോളൂ. ഡോർ അടച്ച കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലൊന്നും തട്ടി, അത് തല തുരുമ്പത്തെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ജനലിൻ്റെ അവിടെ വന്ന് നിന്നപ്പോൾ താഴത്തെ ചേച്ചി അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചേച്ചിയോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പിന്നെ ഞാനൊന്ന് തൂത്ത് വരാമെന്ന് കരുതി ഇപ്പുറത്തെ റൂമിലോട്ട് വന്നപ്പോഴത്തെ എൻ്റെ പുറകെ എൻ്റെ മോനും കൂടി വന്നു. എനിക്ക് റൂമിലോട്ട് വന്ന് കയറിയപ്പോഴേ ഭ്രാന്ത് പിടിച്ചു. ഞാൻ അങ്ങനെ ഈ റൂമിലോട്ട് കയറാറില്ല, കാശി എല്ലാം കുളമാക്കി വെച്ചിരിക്കുക. എപ്പോഴൊന്നും കുഞ്ഞിനും കയറി വരാൻ സമയമില്ല, ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഇവിടോട്ട് കയറി വരുന്നതും കളിക്കുന്നതും എല്ലാം ഓരോരോ കവറിലും ചാക്കിലും ഒക്കെ ആയിട്ട് അവൻ ഒതുക്കി പറക്കി തന്നെ വെച്ചതാണ്. പക്ഷേ എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കരുതി അതങ്ങ് ഒതുക്കി പറക്കി എല്ലാം മാറ്റി വെക്കാം, ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം പെട്ടിയിലും ബോക്സിലും ഒക്കെ ആക്കാവുന്ന. അങ്ങനെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒതുക്കി. അത് കഴിഞ്ഞ് ഇത് 3-4 ശ്രീമോൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാട്ടോ. അങ്ങനെ ഒരുപാട് ടോയ്സ് ഉണ്ട് ഇവന്. ഇതൊക്കെ വെറുതെ, ഇതൊന്നും എടുക്കത്തൊന്നുമില്ല, താഴെ കൊണ്ടുപോകത്തതുമില്ല. ഇതൊന്നും വീഴും, വെയിറ്റ് ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് വീഴും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കത്തതേ ഉള്ളൂ. ഇവിടെ കയറി വരുമ്പോൾ കുറച്ച് സമയമൊക്കെ കളിക്കും. ഒരു പാർക്കിൽ വന്ന് കയറുന്നത് പോലെ കാശി ശ്രീമോനും ഈ റൂമിലോട്ട് വന്ന് കയറുന്നത്. ഇപ്പോൾ അധികം ഞാൻ ശ്രീമോനൊന്നും വാങ്ങിക്കാറില്ല. കാശിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ പാവകളാണ് ആയിരിക്കുന്നത് മൊത്തം. അത് കഴിഞ്ഞ് ഇവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം പഴയതാണ് ശ്രീമോൻ വെച്ച് കളിക്കുന്നത്. കുറേ ആനിമൽസിനെ കിട്ടിയായിരുന്നു ഇതെല്ലാം അടുക്കി പറക്കിയ കൂട്ടത്തിൽ. ആനിമൽസിന് കാശിക്കും ശ്രീമോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതെല്ലാം പറക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോനെ എടുത്തുകൊണ്ട് തന്നെ തൂക്കേണ്ടി വന്നു. അവിടെ സ്റ്റെയറിൻ്റെ അവിടോട്ട് അവനെ ഇറങ്ങിപ്പോവും, അതെനിക്ക് പേടി. അങ്ങനെ അവനെ എടുത്തെളിയെ വെച്ചുകൊണ്ട് ഞാൻ അതെല്ലാം എന്തുവായാലും തൂത്ത് വൃത്തിയാക്കുക. റൂമിൽ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ റൂം അങ്ങ് അടച്ചിട്ടാൽ ഒരു പ്രശ്നവും ഇല്ല, കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും നിന്ന് കളിക്കത്തതേ ഉള്ളൂ. അവനെ കൊണ്ട് എനിക്കൊരു ശല്യവും ഇല്ല. അങ്ങനെ പിന്നെ തൂത്തെല്ലാം വാരിയില്ല കേട്ടോ, ഞാനാണെങ്കിൽ തൂത്തെല്ലാം അവിടെ ഒതുക്കിയതേ ഉള്ളൂ. ഇവനെ വെച്ചുകൊണ്ട് എനിക്ക് വാരാൻ പാടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം തൂത്ത് കൂട്ടി അവിടെ വെച്ച്. അത് കഴിഞ്ഞ് ശ്രീമോനാണെങ്കിൽ ഊഞ്ഞാൽ കണ്ട ആ സമയം തന്നെ അവന് ഊഞ്ഞാലിലാടണം. ഇങ്ങോട്ടധികം കയറി വരാത്തത് കൊണ്ട് തന്നെ രാത്രി കിടക്കാൻ സമയമാകുമ്പോൾ മാത്രമേ ഞങ്ങൾ മേളിലോട്ട് കയറി വരാറുള്ളൂ. പിന്നെ തുണിയെല്ലാം കഴുകിയിട്ടുണ്ടെങ്കിൽ വിരിക്കാനും കയറി വരും. അങ്ങനെ ഇപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിന് ബഹളമായി. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലിൽ കയറിയിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തു എന്ന് തന്നെ പറയാം. അത്രയും ജോലി ചെയ്തപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു. ഇതിപ്പം വീഡിയോയിൽ നമ്മൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇതങ്ങ് തീർന്നത്. നല്ല സമയം എടുത്ത് തന്നെയാണ് ഞാനിത് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു കുളിക്കാമെന്ന് കരുതി. കുളിക്കാൻ വേണ്ടി തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അപ്പോഴത്തേക്ക് ഇവനെ ഉറക്കിയിട്ടോ അല്ലെങ്കിൽ താഴെ അമ്മച്ചിയുടെ അടുത്തോ കൊടുത്തിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിപ്പോയി. അവിടെ ചെന്നിട്ട് ജന്മം ചെയ്താൽ അവൻ ഉറങ്ങുന്നില്ല. അവൻ ആനിമൽസും എല്ലാം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അവനെ ഉറക്കാതെ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അമ്മച്ചിയുടെ അടുത്ത് അധിക സമയം ഇരിക്കത്തില്ല, കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ ഇരിക്കും. അങ്ങനെ ആനിമൽസ് എല്ലാം വെച്ച് കളിച്ച് അതൊക്കെ എന്നെ കാണിച്ച് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് തുടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേളിൽ പോയി തുടച്ചിട്ട് വന്നേ. ആ സമയമായപ്പോഴത്തേക്ക് അവൻ ഉണരുകയും ചെയ്തു, കാശി വരാനും സമയമായി. ഞാൻ ഉറങ്ങുവാണെങ്കിലും ജോലി ചെയ്യുവാണെങ്കിലും കറക്റ്റായിട്ട് ഞാൻ അലാറം വെച്ചിട്ടേ എന്തുവേലും ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കാശ് വരാൻ സമയമാകുമ്പോൾ നമ്മൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിലേ ആ വണ്ടി വന്നിട്ട് അങ്ങ് പോകുമ്പോൾ വെളിയിൽ കിടന്ന് ഹോൺ അടിക്കും. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ശ്രീമോനും ഉണർന്നു, വാനും വന്നു, എല്ലാം ഒരു സമയത്തായിരുന്നു. അങ്ങനെ ഒരാളും കൂടെ ഉള്ളൂ വണ്ടിയിൽ, കാശിയുടെ കൂടെ. അത് മോളുടെ പേര് ദക്ഷിണ. അപ്പം അവളാണെങ്കിൽ ടാറ്റയൊക്കെ തന്നു. എന്നിട്ട് ചോദിച്ചു യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് നേരം കുശലമൊക്കെ അടിച്ച് ക്യാമറ കണ്ടിട്ടാണേ. അങ്ങനെ പിന്നെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ശ്രീമോന് കുശുമ്പ. കാശി എൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുശുമ്പ. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ഇരുത്തി അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി. അവന് ബാഡ്ജ് കിട്ടി കേട്ടോ. ബാഡ്ജ് ഇന്നാണ് കിട്ടിയത്. സ്കൂൾ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇന്നാണ് ബാഡ്ജ് കിട്ടിയത്. അങ്ങനെ ബാഡ്ജ് കിട്ടി. അതിൻ്റെ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ശ്രീമോൻ വന്നപ്പോൾ ഞാൻ ശ്രീമോനെ ബാഡ്ജ് എടുത്ത് കാണിച്ച്. കാശിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് അവനത് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് അവനെ നോക്കുന്നു, ഫോട്ടോയിലും നോക്കുന്നു, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഡ്രസ്സ് മാർക്ക് വരുന്നപ്പോൾ കാശി പറയും, അമ്മ എൻ്റെ നിക്കർ ഊരല്ലേ, വീഡിയോയിൽ എൻ്റെ നിക്കർ ഊരുന്നൊക്കെ വരും, എനിക്ക് നാണമാണ്, എൻ്റെ ഊരല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ നിൽക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഊരി അതൊക്കെ കൊണ്ടുവച്ച് ഞാൻ പറഞ്ഞു, നീ പിന്നെ പോയി കുളിച്ചിട്ട് മാറിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ അവനെ വിട്ടു. അപ്പോഴത്തേക്ക് അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ മാഗി ഉണ്ടാക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട, ഏത്തക്ക ഇരിപ്പുണ്ട്, ഏത്തക്ക നെയ്യിലിട്ട് വറുത്ത് ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കാമെന്ന് കരുതി.
എന്നും മാഗി കൊടുത്താലും ശരിയാവത്തില്ല. വൈകിട്ട് വരുമ്പോഴേ മാഗി വേണമെന്ന് പറയും. രാവിലെയും ഉച്ചയ്ക്കും ഒന്നും ഞാൻ കൊടുത്തു വിടത്തും കഴിപ്പിക്കത്തൊന്നുമില്ല. പിന്നെയും വൈകിട്ട് വരുമ്പോഴേ ഉള്ളൂ കുറച്ച് നേരം മാഗിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഏത്തക്ക വെച്ച് ഞാൻ രാവിലെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തോ ലാലേട്ടൻ്റെ റെസിപ്പി. അപ്പോൾ അതുപോലെ ഞാൻ ഇച്ചിരി നെയ്യും അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതങ്ങ് വരട്ടി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നെയ്യ് ചൂടായിട്ട് അതിലോട്ട് വട്ടത്തിലരിഞ്ഞ ഏത്തക്കയുടെ പീസുകളിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് വരട്ടി ഇങ്ങെടുക്കുമായിരുന്നേ. തേങ്ങ കൊത്തൊന്നും ഇട്ടില്ല, അല്ലാതെ ഐസ്ക്രീം ഒന്നും ഇട്ട് കൊടുത്തില്ല. ചെറിയൊരു പനി ഉണ്ടായിരുന്നു കാശിക്ക്. അവൻ കഴിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. അവൻ അങ്ങനെയൊക്കെ ഏത്തക്കയൊക്കെ കഴിക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടാക്കാമേ അത് മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഓർത്തെങ്കിൽ ഒരു മാങ്ങയും കൂടെ ചെത്തി കൊടുക്കുക, ഇത് കഴിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നും കരുതി എന്തുവായാലും അത് എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ഒരു മാങ്ങയും ചെത്തി അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് എല്ലാം അതിലാക്കി വെച്ചേ. പക്ഷേ കാശിക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഏത്തക്ക. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ അവൻ 2-3 പീസ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ ശ്രീമോനാണേ കഴിച്ചത്. മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ എപ്പോൾ കണ്ടാലും വാങ്ങിക്കുകയും ചെയ്യും. ഇപ്പോൾ പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് മാങ്ങ എല്ലാം അഴുക്കായി, നല്ലത് നോക്കി വേണം വാങ്ങിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴി വാങ്ങിച്ചിട്ട് വന്ന മാങ്ങയായിരുന്നു, നല്ലതായിരുന്നേ. അതെല്ലാം ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി വന്നേ. കാശി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കാശിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നപ്പോഴത്തേക്ക് ഒരു കുശുമ്പൻ ഓടി വന്നേ. ശ്രീമോന് ഭയങ്കര കാശി എടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഭയങ്കര ബഹളവും വെക്കും. വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടിയിട്ടാണ് കാശി ഒരു പീസ് എടുത്ത് നിന്നിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴി അങ്ങ് പോയി കേട്ടോ. അത് കഴിച്ചില്ല, മാങ്ങയെ കഴിച്ചുള്ളൂ. അപ്പം ഞാൻ കരുതി ശ്രീമോന് കൊടുക്കാമെന്ന് പറയും. ശ്രീമോൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. ശ്രീമോന് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീമോൻ അലുവ, പായസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇത് അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും കഴിച്ചു. അങ്ങനെ അവിടെ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ട്. അത് അവനെ എപ്പോൾ ഫുഡ് കൊടുക്കാൻ പോയാലും കാക്കയും പൂച്ച എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ പിന്നെ കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് കൊടുത്ത് പെട്ടെന്ന് കൊണ്ട് അവനെ റൂമിൽ ഇരുത്തിയിട്ട് നമുക്ക് ട്യൂഷന് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ട്യൂഷൻ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ശ്രീമോൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറങ്ങിയത്. അമ്മച്ചിയുടെ കട്ടിലെ കൊണ്ടിരുത്തിയിട്ട് രണ്ടുപേരുടെ അവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അവൻ വയലൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഓടി എത്തുകയും ചെയ്യും കേട്ടോ. എനിക്ക് പേടിയാണ്, അമ്മച്ചയ്ക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല ശ്രീമോനെ. അതുകൊണ്ട് അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ കിടന്ന് കുന്തുളിക്കും, പുറകിലോട്ടൊക്കെ തിരിയുകയും മറിയുകയൊക്കെ ചെയ്യും, തലയിട്ട് പുറമോട്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കൈ ബാലൻസ് നിൽക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഓടിപ്പോയിട്ട് വന്ന് എന്തുവായാലും വന്ന് കയറിയപ്പോൾ നല്ല ഹാപ്പിയായിട്ടിരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുക അമ്മച്ചിയും കുഞ്ഞും കൂടെ. അങ്ങനെ പിന്നെ ഞാൻ അവൻ്റെ അമ്മച്ചിയുടെ ഫോൺ എടുത്ത് കൊടുത്തേ. ഫോണൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയൊക്കെ ചെയ്യും. കൂടുതലും പോലീസിനെയൊക്കെ വിളിക്കും അവനെ ആ ഫോണിലെടുത്ത് വെച്ച്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ എന്നൊക്കെ കണ്ടോ ഹലോ എന്നൊക്കെ വെക്കും. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ അടങ്ങിയിരിക്കുമല്ലേ, ഇതെല്ലാം അങ്ങ് പറക്കി ഒതുക്കിയേക്കാമെന്നും കരുതി അന്നേരം തന്നെ ഓടി വന്ന് എല്ലാം പറക്കി ഒതുക്കുകയും ഇനി ആ മെത്തയും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് മാറ്റണം. അവന് ഉറങ്ങുന്ന സമയത്ത് കട്ടിൽ കിടത്താൻ പറ്റത്തില്ല. കട്ടിലിൽ നിന്ന് അവൻ ചാടി ഇറങ്ങാൻ തുടങ്ങും. നമ്മൾ ഒരാൾ കാത്തിരിക്കുകയും ചെയ്യണം അവൻ്റെ അടുത്ത്. ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല, തറയിലാകുമ്പോൾ അവന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിങ്ങി പോന്നോളും. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ മെത്തയും തലാണയും എല്ലാം അവിടെ നിന്ന് മാറ്റി. തലാണ അവിടെ തന്നെ ഇട്ടേക്കും, ഏത് സമയത്ത് വേണമെങ്കിലും ഇവൻ ഉറങ്ങാൻ, അന്നേരം കൊണ്ട് ഇടണ്ടേ. അതുകൊണ്ട് മെത്ത മാത്രം എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് തൂത്ത് വരണമായിരുന്നു, അവിടെ മൊത്തം പൊടി കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നെല്ലാം മേളത്തെ പണിയായതുകൊണ്ട് താഴെ അധികം ഒന്നും ചെയ്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം തൂത്തും എല്ലാം വാരി. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചാട്ടൻ ഓടി വന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പേനയും പെൻസിലും കിടക്കുന്നത് കണ്ട് അങ്ങനെ അതിൽ നിന്നൊരു പേനയും എടുത്തു, ആ പേപ്പറും എടുത്തു. ഭയങ്കര പഠിത്തക്കാരനാണ്, നാളെ പരീക്ഷയാന്നുള്ള രീതിയിൽ അവൻ പഠിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതും കൊടുത്തുകൊണ്ട് ഇരുത്തിക്കൊണ്ട് അവിടെ കുറേ നേരം അങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ അടുക്കളയും കൂടെ തൂക്കാനുണ്ടായിരുന്നു. അടുക്കളയെല്ലാം തൂത്തുവാരി. എത്ര തൂത്തുവാരിയാലും ശ്രീമോൻ ഇങ്ങനെ ഓടി നടന്ന് പേപ്പറും കീറിയിട്ട് എല്ലാം പറക്കി എടുക്കും, എല്ലാം ചെയ്യും. അടുക്കളയിൽ വന്നായാലും പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് കളിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ഏത് സമയവും പണി തന്നെ. പിന്നെ ആരും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാനും അവനും കൂടി ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ടങ്ങ് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇത്രയും ജോലി ചെയ്തപ്പോഴേ ഞാൻ കുഴഞ്ഞു. എനിക്ക് പിന്നെ തണുത്ത വെള്ളമേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കും, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നെ കയറി വന്നു. രാവിലെ ആണെങ്കിൽ കുളിക്കാൻ തുടങ്ങിയത്, എന്നിട്ട് അന്നേരം സമയം കിട്ടിയില്ല. ശ്രീമോൻ ഉറങ്ങിയില്ലായിരുന്നു അതുകൊണ്ട്. അങ്ങനെ പിന്നെ വൈകിട്ട് വന്ന് കയറി കുളിച്ച്, കാശി വരുന്നതിന് മുമ്പായിട്ട് കുളി നനയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിക്കേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ കുളിച്ച് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ താഴെ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി അവനും കൂടെ അവിടെ ഇരുന്ന് വെളിയിലിരിക്കുമായിരുന്നേ. അങ്ങനെ വെളിയിലിരുന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു. അപ്പം ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ കതക് തുറന്നു കഴിഞ്ഞാൽ അന്നേരം അവന് പുറത്തിറങ്ങണം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ് ഞാനോട് വരട്ടെ, ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഇത് നിൽക്കത്തില്ല, അവൻ ഓടും.
അങ്ങനെ പിന്നെ ഞാനും അവനും കൂടെ കുറേ നേരം വെളിയിൽ കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ കാര്യം എത്രയെന്നും പറഞ്ഞാൽ റൂമിൽ പൂട്ടിയിട്ടേക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന പുള്ളിയൊന്നും അല്ല, ഓടി നോട്ടം കണ്ടോ. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് നടക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര കൊതുകാണ്. കുഞ്ഞിനെ ആണെങ്കിൽ ചുറ്റിനും കൊതുകായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെളിയിൽ കൂടെ ഒക്കെ നടന്നു. റോഡിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നത്, എങ്ങനെയും ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാനങ്ങനെ അധികം ഇറക്കത്തില്ല, കാശിയേ ഇറക്കത്തില്ല. അവൻ്റെ പപ്പ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്തിറക്കുന്നത്. കാശിക്കാണെങ്കിൽ സമയവും ഇല്ല. കാശി സ്കൂളിൽ നിന്ന് വന്ന് വല്ലതും കഴിച്ച് റെഡിയായി അപ്പോഴത്തേക്ക് ട്യൂഷന് പോകുന്നു. പിന്നെ പപ്പ വരുമ്പോഴാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് താമസിച്ച് പോയതുകൊണ്ട് തന്നെ അങ്ങനെ പപ്പ വന്നപ്പോഴും വിളിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഏട്ടൻ നേരത്തെ ഇങ്ങ് പോരെ, ഞാൻ പിന്നെ പോയി വിളിച്ചോളൂ, അല്ലെങ്കിൽ ഏട്ടൻ പിന്നെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോനെ അങ്ങ് കുളിപ്പിച്ചേ. ശ്രീമോൻ ദേഹം മൊത്തം അഴുക്കായിരുന്നു. രാവിലെ തൊട്ട് ഇങ്ങനെ കളിക്കും ചിരിച്ചും ഇങ്ങനെ നടക്കുമല്ലേ. അങ്ങനെ പിന്നെ ശ്രീമോനെ കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച്, വിളക്ക് ആദ്യം ഞാൻ വന്ന് കത്തിച്ച് കഴിഞ്ഞിട്ട് ശ്രീമോനെ കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തീയലൊക്കെ പിടിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ശ്രീമോനെ എടുത്തുകൊണ്ട് വന്ന് തൊഴിയിപ്പിച്ചേ. അവനാണെങ്കിലും വിളക്ക് കണ്ട ഉടനെ തൊട്ട് തൊഴാൻ, ഞാൻ തൊട്ട് തൊഴുന്നൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ അത് തൊടാനും എടുക്കാനും ഒക്കെ പോകും. അപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റായിരുന്നേ, മഴയും ചെറുതായിട്ട് ചാറിയായിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടനും വന്നു. ഏട്ടനാണെങ്കിൽ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കിടന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കോൾ വന്നെന്നും പറഞ്ഞ് ഏട്ടനാണെങ്കിൽ റെയിൻകോട്ടും ഒക്കെ എടുത്തിട്ടായിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ട് ചാറിയതേ ഉള്ളായിരുന്നു. കണ്ട അച്ഛനെ കണ്ട എൻ്റെ സന്തോഷത്തിൽ മോൻ ഓടിപ്പോകുന്നത് കണ്ട. ഇത്രയും നേരം നോക്കി ഞാനിപ്പോൾ ആരായി. പപ്പയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതി ഓടിപ്പോയി കതകിൻ്റെ അവിടെ നിന്നിട്ട് തുറക്കെന്നും പറഞ്ഞിട്ട് അവൻ നിൽക്കും. അവനാണെങ്കിൽ അധികം സംസാരിക്കത്തില്ല, ആ എന്നൊക്കെ പറയത്തുള്ളെങ്കിലും നമുക്ക് മനസ്സിലാവും എന്തിനാ അവനെ കാണിച്ച് പറഞ്ഞെല്ലാം കാണിച്ച് രാഷൻ സോങ്ങാണ് ഫുള്ളും. അങ്ങനെ പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോഫി ഇട്ടാക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഞാൻ ചായയും കോഫിയും ബൂസ്റ്റും എല്ലാം ആക്കുന്നില്ല, 2 പേർക്കും കോഫി, അമ്മച്ചിക്ക് കാപ്പി ആക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ കോഫി ഇട്ടു, അമ്മച്ചിക്ക് കാപ്പി വെച്ചു. അങ്ങനെ പിന്നെ ഓർത്ത് ഇച്ചിരി റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാവുന്നു. വാങ്ങിച്ച് വെക്കത്തത് മാത്രമേ ഉള്ളൂ, കഴിക്കത്തൊന്നുമില്ല കേട്ടോ. രാവിലെ കാശി എന്തെങ്കിലും റസ്ക് കഴിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളൊന്നും എടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ ഏട്ടൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇന്നിപ്പോൾ അതൊക്കെ അങ്ങ് എടുക്കാവുന്നു. അങ്ങനെ പിന്നെ അമ്മച്ചിക്ക് കാപ്പി കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏട്ടന് കോഫി കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ശ്രീമോനാണെങ്കിൽ ഇച്ചിരി കുറുക്കുണ്ടാക്കി അത് ഇച്ചിരി കൊടുത്തേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ഈ വീട്ടിലിരുന്നിരുന്നിരുന്ന് കുഴയും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടു ജോലിയും കാര്യങ്ങളും കുഞ്ഞിനെയും നോക്കി ഇരുന്നിരുന്നങ്ങ് വയ്യാതാവും. അപ്പോൾ പിന്നെ ഏട്ടൻ വരുമ്പോൾ പറയുമ്പോൾ ഏട്ടൻ പറയും ഇത്രയും നേരം ജോലി ചെയ്ത് പുറത്തുനിന്ന് വന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്ക് വീട്ടിൽ ഇരിക്കാനാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ കാര്യം തിരിച്ചാണ്, വീട്ടിൽ ഇരുന്നിരുന്നത് കുഴഞ്ഞാണ് പുറത്തോട്ട് പോകാൻ നോക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാനുള്ളായിരുന്നു. പിന്നെ ഒന്ന് ഇറങ്ങണമല്ലോ പുറത്തോട്ട്, അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതിൽ നേരെ ഒരു കടായിയുടെ പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മാംഗോ വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളും കാണുന്നത് ഭയങ്കര ക്രേസാണ് എനിക്ക്. അതുകൊണ്ട് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കുകയും ചെയ്യും, നോക്കുകയും ചെയ്യും റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ചപ്പാത്തി വേണമായിരുന്നു, ചപ്പാത്തി വാങ്ങിച്ചു. പിന്നെന്തുവാ ഏട്ടനാണെങ്കിൽ നട്ട്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നട്ട്സ് വാങ്ങിച്ചു. പിന്നെ റസ്ക്, ബിസ്ക്കറ്റ്, ഏത് സമയവും ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ റസ്ക്കും ബിസ്ക്കറ്റും കാണും, അതില്ലാത്ത ദിവസങ്ങൾ കാണത്തില്ല. പിന്നെ ചിയാ സീഡ് വേണമെന്ന് പറഞ്ഞു, കുറേ ചിയാ സീഡ് തപ്പി, പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ. അത് അവിടെ നിന്നൊരു പയ്യനെ വിളിച്ച് ചോദിച്ചെങ്കിലും അവനും വന്ന് കാണിച്ചോ വേറെ ഏതോ ഒരു കമ്പനിയുടെ ആയിരുന്നു, കൂടിയതായിരുന്നു ഇരുന്നത്. നമ്മൾ എത്ര ദിവസം ഉപയോഗിക്കുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് അഴുക്കായി പോയല്ലോ എന്ന് കരുതി ഞാനത് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചിക്ക് വിക്സും പേസ്റ്റും ഒക്കെ വേണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് സാധനമൊക്കെ ബില്ലടിച്ച് ഞങ്ങളിങ്ങ് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴി ഒരു ജ്യൂസും ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങ് പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദിയുണ്ട്.